ചോദ്യം ഇതാണ്. 550 രൂപ മനുവിനും സോനുവിനുമായി വീതിച്ചപ്പം സോനുവിന് മനുവിൻ്റെ 5/6 പാർട്ടാണ് കിട്ടിയതെങ്കിൽ സോനുവിന് കിട്ടിയ ഷെയർ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൽ സോനുവിന് കിട്ടിയ ഷെയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, 5/6. ഈ ഒരു ഫ്രാക്ഷൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മീനിങ് മറ്റൊന്നുമല്ല. മനുവിന് കിട്ടിയ ഷെയറിനെ നമുക്ക് 6 എന്നെടുക്കാം. എന്താ 5/6 എന്ന ഫ്രാക്ഷൻ്റെ മീനിങ്ങാണ് ഞാൻ പറയുന്നത്. മനുവിന് കിട്ടിയ ഷെയർ 6 പാർട്ടാണെന്ന് എടുത്താൽ സോനുവിന് എത്രയാ? സോനുവിന് കിട്ടിയ ഷെയറാണ് മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ കിടക്കുന്ന 5. സോനുവിന് കിട്ടിയത് 5 പാർട്ടാണ്. ഓക്കെ ആണോ? എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ടോട്ടൽ എത്രയുണ്ട്? 5ഉം 6ഉം കൂടെ കൂട്ടി 11 ഭാഗമാക്കി തിരിച്ചു. അതിൽ 5 ഭാഗം സോനുവിന് കൊടുത്തെന്നും 6 ഭാഗം മനുവിന് കൊടുത്തു എന്നാണ് മീനിങ്. അപ്പോൾ ആ ഫ്രാക്ഷനിൽ നിന്ന് ഈ 3 കാര്യങ്ങളും എഴുതാൻ പറ്റണം. സോനുവിന് കിട്ടിയത് 5 പാർട്ട്, മനുവിന് കിട്ടിയത് 6 പാർട്ട്, അങ്ങനെ ടോട്ടൽ 11 പാർട്ട്. ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത്? ആകെ അവർ വീതം വെച്ച് 550 രൂപയാണ്. നമ്മൾ പറയുന്നു ടോട്ടൽ 11 ആണ്. അപ്പം 11 പാർട്ടിൻ്റെ വിലയാണ് 550. എന്താ നമുക്ക് അറിയേണ്ടത്? സോനുവിന് കിട്ടിയ ഷെയർ എത്ര എന്നാ? സോനുവിന് എത്ര പാർട്ട് കിട്ടി? 5 പാർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വില എത്ര എന്നാ അറിയേണ്ടത്. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. സിംപ്ലി നമ്മളുടെ ആൻസറിലേക്ക് നമ്മൾ വന്ന് കയറുകയാണ്. ക്രോസ് ചെയ്തോട്ടെ. 5 × 550 ഡിവൈഡഡ് ബൈ 11. 11ഉം 55ഉം ക്യാൻസൽ ആവുമല്ലോ. 11 × 5 ആണ് 55. അപ്പോൾ 5 × 50 നമ്മുടെ ആൻസർ 250 രൂപയാണ് ഈ ചോദ്യത്തിൽ പറയുന്ന സോനുവിന് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.